ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ലൊരു കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. ചൂട് ചോറിനൊപ്പം ഇതുപോലൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ സൈഡായിട്ട് വേറെ ഒന്നും പ്രത്യേകിച്ച് വേണ്ട. വളരെ എളുപ്പത്തിൽ രുചികരമായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, എന്തെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 350 ഗ്രാം അളവിൽ കോവയ്ക്ക എടുത്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല തിക്കായിട്ട് അരിയാൻ വേണ്ടി നിൽക്കരുത്, എങ്കിൽ പിന്നെ അത് വേകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതിൻ്റെ പേരിൽ തിന്നായിട്ട് മാത്രം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ്. കോവയ്ക്ക എല്ലാം ഇതുപോലെ അരിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി. നമ്മുടെ ഈ കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 4 വെളുത്തുള്ളി അല്ലി അങ്ങനെ തൊടോട് കൂടിയിട്ട് തന്നെ ചതച്ച് ചേർക്കുകയാണ്. നമ്മളെ വെളുത്തുള്ളി അല്ലി തൊടോട് കൂടി ചതച്ച് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. ഇച്ചിരി വെളുത്തുള്ളി അല്ലിയുടെ ഫ്ലേവർ കുറച്ചുകൂടി കൂടുതൽ കൊടുക്കും. ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി കൊടുത്ത് വെളുത്തുള്ളി ഇലയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന കോവയ്ക്കയാണ്. കോവയ്ക്ക ചേർത്ത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് കോവയ്ക്ക ഒന്ന് വെന്ത് കിട്ടണം. ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം പകുതിയോളം അളവിൽ ആദ്യം ഒന്ന് നമ്മുടെ കോവയ്ക്ക ഒന്ന് വെന്ത് കിട്ടട്ടെ. മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് നമ്മുടെ കോവയ്ക്കയെല്ലാം ഇതുപോലെ പകുതിയോളം അളവിൽ ഇങ്ങനെ ഒന്ന് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പകുതി അളവിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ സവാള ചേർക്കാം. സവാള ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ പകുതി അളവിൽ നമ്മുടെ കോവയ്ക്ക വെന്ത് കഴിഞ്ഞിട്ട് മാത്രം സവാള ചേർത്താൽ മതിയാവും. സവാള എല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് സവാളയെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകളൊക്കെ ചേർക്കാവുന്നതാണ്. മസാല ചേർക്കുമ്പോൾ ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചേർക്കാം. 1 ടീസ്പൂൺ നിറയെ തന്നെ മുളക് പൊടി ചേർക്കുകയാണ്. കശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് നല്ല കുറവാണ്. ഇച്ചിരി എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. കൂടെ ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. കൂടെ പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ നിറയെ നിലക്കടല എടുത്തിട്ടുണ്ട്. ഈ നിലക്കടല ഒന്ന് പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വറുത്ത നിലക്കടലയോ വറുക്കാത്തതോ എടുക്കാവുന്നതാണ്. ഏതാണെങ്കിലും ഒന്ന് പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഇത്രയും ചേരുവകളും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. വെള്ളം ചേർത്തിട്ട് പിന്നീട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ആവശ്യമില്ല. എല്ലാം കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് അടുപ്പിച്ച് വയ്ക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് കുറഞ്ഞ ഫ്ലെയിം നന്നായിട്ട് തന്നെ സിമ്മിലിട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. എന്നിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അടുക്കി പിടിക്കും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നമ്മുടെ കോവയ്ക്കെല്ലാം ഇങ്ങനെ ഒന്ന് വേകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 തവണ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ തന്നെ സോഫ്റ്റായിട്ട് കോവയ്ക്ക എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട്. ലാസ്റ്റിൽ ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരല്പം നാരങ്ങ നീരും കൂടിയാണ്. ചെറിയൊരു പുളി കൂടി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. ഒരല്പം മാത്രം ചേർക്കാവുന്നതാണ്. ഇതുപോലെ കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് സൂപ്പറായിട്ട് ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും സൈഡായിട്ട് വേണ്ട കേട്ടോ. ഉറപ്പായിട്ടും ഇതുപോലൊരു കോവയ്ക്ക ഫ്രൈ നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.